നമുക്കറിയാം അല്ലേ, സ്നേഹം എന്നുള്ളത് എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വികാരമാണെന്ന്. നമ്മൾ ഹ്യൂമൻ ബീയിങ്സിന് ഒരു ബേസിക് ആയിട്ടുള്ള നീഡ് തന്നെയാണ് സ്നേഹം. നമുക്ക് സ്നേഹിക്കാനും നമ്മളെ സ്നേഹിക്കാനും ഒക്കെ ആരെങ്കിലും ഉണ്ടാവുക എന്നുള്ളതൊരു ബ്ലെസ്സിങ് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഓരോ ആൾക്കാരെയും നമ്മൾ സ്നേഹിക്കുന്നത്, നമ്മൾ സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നത് ഓരോ രീതിയിലാവും അല്ലേ. അതുപോലെ നമുക്ക് എങ്ങനെയാണ് സ്നേഹം തിരിച്ചു കിട്ടേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടല്ലോ. അതിനെയാണ് ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ബേസിക്കലി 5 ലവ് ലാംഗ്വേജ് ആണ് ഉള്ളത്. അത് ഏതൊക്കെയാന്ന് വെച്ചാൽ വേർഡ്സ് ഓഫ് അഫിർമേഷൻ, ഫിസിക്കൽ ടച്ച്, ഗിഫ്റ്റ്, ക്വാളിറ്റി ടൈം, ആക്ട് ഓഫ് സർവീസ്. ഇതാണ് ബേസിക് ആയിട്ടുള്ള 5 ലവ് ലാംഗ്വേജസ്. അപ്പോൾ ഇത് നമുക്ക് ഓരോന്ന് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്നിട്ട് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ ലവ് ലാംഗ്വേജ് എന്താണ്, അതുപോലെ നിങ്ങളുടെ പാർട്ട്ണറുടെ ലവ് ലാംഗ്വേജ് എന്താണ് എന്നുള്ളത് നിങ്ങളൊന്ന് കമ്പയർ ചെയ്തിട്ട് നോക്കി നോക്കൂ. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് വേർഡ്സ് ഓഫ് അഫിർമേഷൻ എന്നുള്ളത് നോക്കാം. വേർഡ്സ് ഓഫ് അഫിർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ പാർട്ട്ണറിനെ നന്നായി അപ്രീഷിയേറ്റ് ചെയ്യുന്നത്, എൻകറേജ് ചെയ്യുക. അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇത് നീ ചെയ്ത് നന്നായിട്ടുണ്ട്, നല്ല അടിപൊളിയായി നീ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ എൻകറേജ് ചെയ്യുക, അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് അവരുടെ അടുത്ത് ഐ ലവ് യു എന്നൊക്കെ പറയുക, അല്ലെങ്കിൽ അവരില്ലാത്ത സമയമാണെങ്കിൽ ഐ മിസ് യു, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അവരെന്തെങ്കിലും ഒരു നല്ല ഡ്രസ്സിൽ വന്നു കഴിഞ്ഞാൽ ഈ ഡ്രസ്സിൽ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ അവരെന്തെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് കുക്ക് ചെയ്ത് തന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇന്നത്തെ ഭക്ഷണം നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്, അവരെ എൻകറേജ് ചെയ്യുന്നത്, അവർക്ക് വേണ്ട ഒരു സപ്പോർട്ട് കൊടുക്കുന്നത്, അതിനൊക്കെയാണ് വേർഡ്സ് ഓഫ് അഫിർമേഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ലവ് ലാംഗ്വേജ് എന്താന്ന് വെച്ചാൽ എന്തായിരുന്നു? ഫിസിക്കൽ ടച്ച് അല്ലേ. ഫിസിക്കൽ ടച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള ആൾക്കാർക്ക് കൂടുതലായിട്ട് ഇങ്ങനെ കൈ പിടിച്ച് നടക്കുക, ഇടയ്ക്കിടയ്ക്ക് പാർട്ട്ണറിനെ പോയി ഹഗ് ചെയ്യുക, ഇപ്പൊ ജോലിക്ക് പോകുമ്പോൾ ഒന്ന് ഹഗ് ചെയ്ത് കിസ്സൊക്കെ കൊടുത്തിട്ട് പോവുക, അല്ലെങ്കിൽ തിരിച്ചു വന്ന പാടെ ഹഗ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. ജസ്റ്റ് ഇങ്ങനെ എപ്പോഴും പാർട്ട്ണറിന്റെ കയ്യിൽ തൂങ്ങി നടക്കാൻ, കൈ പിടിച്ച് നടക്കാൻ, എപ്പോഴും ഇങ്ങനെ ചേർന്ന് നടക്കാൻ ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ആൾക്കാർ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നതെന്ന് അറിയോ? ഈ ഫിസിക്കൽ ടച്ച് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. അവർക്ക് വേറെ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ കാര്യം ഉണ്ടാവില്ല. അവർക്ക് അവരൊരു ലവ് എക്സ്പ്രസ് ചെയ്യുന്ന രീതി അങ്ങനെയായിരിക്കും. അവർക്ക് ഇഷ്ടം വരുമ്പോൾ ഒരു ഓടിപ്പോയി ഹഗ് ചെയ്യുന്നതും ഒക്കെയാണ് ഫിസിക്കൽ ടച്ചിൽ വരുന്നത്. ഇനി മൂന്നാമത്തെ ലവ് ലാംഗ്വേജ് എന്താന്ന് വെച്ചാൽ ഗിഫ്റ്റ് ആണ്. അത് അവർക്ക് എന്തായിരിക്കും ഇഷ്ടം ഉണ്ടാവുക? അവർക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് കിട്ടുന്നത്. അത് വലിയ വിലപിടിപ്പുള്ള ഗിഫ്റ്റ് ആവണമെന്നൊന്നുമില്ല, ഒരു ചെറിയ ഗിഫ്റ്റ് ആയാലും മതി. പക്ഷെ അവർക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടുമ്പോഴും, അല്ലെങ്കിൽ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാനും ഇഷ്ടമായിരിക്കും, അവർക്ക് ആരെങ്കിലും സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് തരുന്നതും അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അങ്ങനെ ഗിഫ്റ്റിനോടായിരിക്കും അവർക്ക് ഇഷ്ടം ഉണ്ടാവുക. ചില ആൾക്കാർക്ക് ഗിഫ്റ്റിനോടൊന്നും താല്പര്യം ഉണ്ടാവില്ല കേട്ടോ. ഗിഫ്റ്റ് കിട്ടിയാൽ, ഒരു സമ്മാനം കിട്ടിയാൽ എല്ലാവർക്കും സന്തോഷമാണല്ലോ. അത്തരത്തിൽ ഒരു സമ്മാനം കിട്ടി എന്നുള്ളൊരു സന്തോഷം ഉണ്ടാവും. എങ്കിലും അത് ഭയങ്കരമായിട്ട് ഒരു സ്നേഹം അവരിൽ ഉണ്ടാക്കണം എന്നില്ല. പക്ഷെ ചില ആൾക്കാരെ ലവ് ലാംഗ്വേജ് ഗിഫ്റ്റ് ആയിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേറെ എന്ത് ചെയ്യുന്നേക്കാൾ കൂടുതലായിട്ട് അവർക്കൊരു ഗിഫ്റ്റ് കിട്ടുമ്പോഴായിരിക്കും അത് തന്ന ആളോട് അവർക്ക് ഭയങ്കര സ്നേഹവും സന്തോഷമൊക്കെ തോന്നുന്നുണ്ടാവുക. ഇനി നാലാമത്തെ എന്താണെന്ന് വെച്ചാൽ ക്വാളിറ്റി ടൈമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലവ് ലാംഗ്വേജ് ആണ്. മിക്ക ആൾക്കാർക്കും ക്വാളിറ്റി ടൈം കിട്ടുക എന്നുള്ളത് അവരൊരു ബേസിക് ആയിട്ടുള്ള, ഒരുപാട് ആൾക്കാർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ലവ് ലാംഗ്വേജ് തന്നെയാണ് ക്വാളിറ്റി ടൈം എന്നുള്ളത്. നമ്മളെപ്പോഴും നമ്മളെ പാർട്ട്നേഴ്സിന് എന്ത് ചെയ്യണം? ടൈം കൊടുക്കണം. നമ്മൾ കൂടെ ഉള്ള നമ്മളെ പാർട്ട്ണറിന് ക്വാളിറ്റി ടൈം കൊടുക്കണം. നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നീ പറഞ്ഞോ ഞാൻ കേൾക്കുന്നുണ്ട് എന്ന് പറയുന്നതല്ല ക്വാളിറ്റി ടൈം. ക്വാളിറ്റി ടൈം എന്ന് വെച്ചാൽ നമ്മുടെ ഫുൾ അറ്റൻഷൻ നമ്മളെ പാർട്ട്ണർക്ക് കൊടുക്കണം. നമ്മൾ അവർ പറയുന്നത് തന്നെ നല്ല അറ്റൻറ്റീവായി കേട്ടിരിക്കുന്നതിനെയാണ് ക്വാളിറ്റി ടൈം കൊടുക്കുക എന്ന് പറയുന്നത്. അല്ലാണ്ട് ഇപ്പം നിങ്ങൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ഇടയ്ക്ക് ഇപ്പം ഹസ്ബൻഡ് പറയുന്ന കാര്യങ്ങളെല്ലാം വേറെ കേൾക്കുന്നുണ്ട് എന്നുള്ളത് അല്ല ക്വാളിറ്റി ടൈം. രണ്ടുപേരും ഒരുമിച്ചിരുന്ന് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ മനസ്സമാധാനമായിട്ട് വളരെ ശ്രദ്ധയോടു കൂടി പറയുന്നതും കേൾക്കുന്നതും ഒക്കെയാണ് ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ക്വാളിറ്റി ടൈം കൊടുക്കുക എന്നുള്ളത് ഒരു റിലേഷൻഷിപ്പിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വേറെ എന്ത് കൊടുത്തിട്ടും അപ്പോൾ നമുക്ക് വൈഫിന് പറയാനുള്ളതൊന്നും ഹസ്ബൻഡ് കേൾക്കാനുള്ള സമയം കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ വലിയ അർത്ഥമില്ല. ക്വാളിറ്റി ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഇൻ ഓൾ റിലേഷൻഷിപ്പ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്താണെന്ന് വെച്ചാൽ ആക്ട് ഓഫ് സർവീസ് ആണ്. ആക്ട് ഓഫ് സർവീസിൽ വരുന്നത്, ഇപ്പോൾ നിങ്ങളെ പാർട്ട്ണർ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാണ്, അല്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നത്, ജോലി ചെയ്യുന്നതിൽ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ ഹെൽപ്പ് ചെയ്യുക, വീട് ക്ലീൻ ചെയ്യുന്നതിൽ ഹെൽപ്പ് ചെയ്യുക, അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ അതിന് ഹെൽപ്പ് ചെയ്യുക. അല്ലാണ്ട് ഇതെല്ലാം ഒരാളുടെ ജോലിയാണ്, ഇതൊക്കെ ഭാര്യയുടെ ജോലിയാണ് എന്ന് പറഞ്ഞിട്ട് മിണ്ടാണ്ടിരിക്കുന്നതല്ല. രണ്ടുപേരും കൂടി ഷെയർ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഭാര്യയുടെ ഡ്യൂട്ടിയിൽ അവരെന്നെ ഹെൽപ്പ് ചെയ്യുന്നത്.
ഭർത്താവിന്റെ ഡ്യൂട്ടിയിൽ ആളെ തന്നെ പറ്റുന്ന പോലെ വൈഫ് ഹെൽപ്പ് ചെയ്യുന്നത്. അതിനാണ് ആക്ട് ഓഫ് സർവീസ് എന്ന് പറയുക. അല്ലെങ്കിൽ അവർക്ക് വേണ്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ സ്നേഹത്തോടെ ചെയ്തു കൊടുക്കുന്നത്. ഇപ്പൊ രാവിലെ എണീറ്റപ്പാട് ഒരു കോഫി ഉണ്ടാക്കി കൊടുക്കുന്നതാവാം, അല്ലെങ്കിൽ ഇപ്പൊ ആൾക്ക് വയ്യ എന്ന് പറയുമ്പോൾ നമ്മൾ തലവേദനയാണെന്ന് പറയുമ്പോൾ കുറച്ച് വിക്സ് എടുത്ത് തടവി കൊടുക്കുന്നത്. ഇതെല്ലാം ആക്ട് ഓഫ് സർവീസിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതാണ് 5ാമത്തെ ലവ് ലാംഗ്വേജ്. ഇത്രയും കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇതിൽ ഏതാണ് നിങ്ങളുടെ ലവ് ലാംഗ്വേജ് എന്ന്. അതുപോലെ നിങ്ങൾ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നിങ്ങളെ പാർട്ട്നേഴ്സിന്റെ അടുത്ത്. നിങ്ങളുടെ ലവ് ലാംഗ്വേജ് എന്താണെന്നും അതുപോലെ നിങ്ങളുടെ പാർട്ട്ണറിന്റെ ലവ് ലാംഗ്വേജ് എന്താണെന്നും മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പെരുമാറാൻ ശ്രമിക്കുക. ഇപ്പൊ ഗിഫ്റ്റ് കിട്ടാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് സർപ്രൈസ് ആയിട്ട് കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുക. ചിലപ്പോൾ എന്താ പറയുക, ആക്ട് ഓഫ് സർവീസ് ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരെന്നെ ഹെൽപ്പ് ചെയ്യുക അവർക്ക് വേണ്ട കാര്യങ്ങൾക്കൊക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ലവബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഓക്കെ, താങ്ക് യു.